ഹലോ ഹായ് വെൽക്കം ടു ആർ കെ പ്രോപ്പർട്ടീസ് ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു 5 സെൻറ്റിൽ 5 BHK അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2600 സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു വീടാണ്. ഈ വീടിന് റോഡ് ഫ്രണ്ടേജാണ് വരുന്നത്, ടാർ റോഡ് ഫ്രണ്ടേജ്. കൂടാതെ സൈഡിലും ടാർ റോഡ് നമുക്ക് ലഭ്യമാണ്. അതായത് വീടിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ടാർ റോഡുണ്ട്. കിണറുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിറയെ വെള്ളമുള്ള ഒരു കിണറാണ്. കാർ പോർച്ച് വരുന്നുണ്ട്. വലിയ ഒരു വാഹനത്തിനും സൈഡിൽ ചെറിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ച് സജ്ജമാക്കിയിരിക്കുന്നത്. ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാം. നേരെ നമ്മൾ സിറ്റ് ഔട്ട് ഏരിയയിലോട്ടാണ് പോകുന്നത്. സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ്. ഈ വീടിൻ്റെ ഡോറും കട്ടള ഡോറ് എല്ലാ വിൻഡോസും യൂസ് ചെയ്തേക്കുന്നത് തേക്ക് വുഡാണ്. ഫാൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് ഒരുപാട് ലൈറ്റൊന്നും കുത്തിക്കയറ്റാതെ സ്റ്റാൻഡേർഡായിട്ട് ഫാൾ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. റൂം എല്ലാം സ്പേഷ്യസ് ആണ്. 12 റൂമാണ് വരുന്നത്. റൂമിലെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തേക്കുന്നത് തടിയിലാണ്. റൂമിൽ ചെയ്തേക്കുന്ന കബോർഡെല്ലാം മഹാഗണിയുടെ തടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്. 5 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ലിവിങ് സ്പേസിലാണ്. ലിവിങ് സ്പേസിൽ നിന്ന് അടുത്ത് പോകുന്നത് ഡൈനിങ് സ്പേസാണ്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് വരുന്നത്. വളരെ മനോഹരമായിട്ട് തടിയിൽ തീർത്തിട്ടുള്ള അക്കേഷ്യയാണ് തടി യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വാഷിംഗ് കൗണ്ടറെല്ലാം അക്കേഷ്യ തടിയിലാണ് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായി. ഇത് അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതും 12 വരുന്നത് ഇതിൻ്റെ സൈസ്. ഇവിടുന്ന് നമുക്ക് ഇവിടെയും ഒരു വുഡിൽ തീർത്ത കബോർഡ് കാണാൻ പറ്റും. ഡ്രസ്സിങ് യൂണിറ്റാണ്. അവിടുന്ന് നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫുള്ള് ചുടുകട്ടയിൽ തീർത്ത വീടാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. നേരെ നമ്മൾ കിച്ചണിലോട്ട് പോയി കഴിഞ്ഞാൽ അക്കേഷ്യ തടിയിൽ തന്നെ തീർത്ത വളരെ വിശാലമായൊരു കിച്ചൺ കാണാൻ സാധിക്കും. ഇൻബിൽഡ് ചിമ്മിനിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട്, അതായത് ബിൽഡറിന് നിർബന്ധമുണ്ട് ക്വാളിറ്റി ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് അവർ അകത്തൊന്നും മൾട്ടിവുഡും പ്ലൈവുഡൊന്നും യൂസ് ചെയ്യാതെ തടിയിൽ തന്നെ തീർത്തത്. റെഡ് ബ്രിക്സിലാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഫുൾ റെഡ് ബ്രിക്സിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് വർക്ക് ഏരിയയുടെ ഒരു പ്രൊവിഷനും കൂടി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കവിടെ ഒരു വർക്ക് ഏരിയ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ വാഷിംഗ് കൗണ്ടറെല്ലാം കൊടുത്തിരിക്കുന്നത് തടിയിലാണ്. അക്കേഷ്യയും മഹാഗണിയിലുമാണ് കബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറും വിൻഡോസും പിന്നെ എല്ലാം കട്ടളയെല്ലാം വരുന്നത് തേക്കിലാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. താഴെ കണ്ട പോലെ തന്നെ 12 ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും സാനിറ്ററീസ് എല്ലാം യൂസ് ചെയ്തേക്കുന്ന ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ്. ഇവിടെ തന്നെ കബോർഡും വരുന്നുണ്ട്. വുഡിൽ തീർത്തൊരു കബോർഡും. അവിടുന്ന് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് വരുന്നത്. ലിവിങ് ഏരിയയിലോട്ട് നമ്മൾ നേരെ പോകുന്നത് അവിടുത്തെ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം കാണാനാണ്. താഴത്തെ ബെഡ്റൂം കണ്ട പോലെ തന്നെ സെയിം ആയിട്ടുള്ള ബെഡ്റൂമാണ്. സെയിം സ്പേസ് തന്നെയാണ്. ബാത്റൂമിൻ്റെ പൊസിഷൻസും എല്ലാം സെയിം ആയിട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയും നമ്മൾ വുഡിൽ തീർത്ത ഒരു കബോർഡും ഡ്രസ്സിങ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മളിവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഇത് 10x10 ഒരു ബെഡ്റൂമാണ് ഈ വരുന്നത്. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ബെഡ്റൂം ഇതാണ്. ഇതും അറ്റാച്ച്ഡ് തന്നെ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് നേരെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കാൻ ഒരു ബാൽക്കണി. വളരെ സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഒരുപാട് സ്പേസ് കിടപ്പുണ്ട്. നമുക്കവിടെ ഒരു പർഗോള കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ. ഇവിടുന്ന് നമുക്ക് മേളിലോട്ട് പോകാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം 5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിന് മേലെയാണ് ഇത് വീട് വരുന്നത്.
ഫുൾ റെഡ് ബ്രിക്സിലും തേക്കൂട്ടിലും കൺസ്ട്രക്റ്റ് ചെയ്ത ഈ വീടിന് ആസ്ക് ചെയ്യുന്നത് 95 lakhs ആണ്. ചേങ്കോട്ടുകുളത്തിനടുത്താണ്. കോൺടാക്റ്റ് ചെയ്യുക.